പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ഈ സന്ധ്യയിൽ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ തിരുമുൻപാകെ ഏറ്റവും താഴ്മയോടെ നിന്നുകൊണ്ട് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ ദൈവകരങ്ങളിൽ ബലപ്പെടുത്തുവാൻ നമുക്കിടവരട്ടെ. ദൈവം നമ്മെ സ്നേഹിക്കുകയും ഇഷ്ടപ്രകാരം നമ്മുടെ ജീവിതത്തെ അവിടുന്ന് ബലപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെ ഓരോ മനുഷ്യനെക്കുറിച്ചും ദൈവം കൃപയും അനുഗ്രഹമുള്ള വഴികളിലൂടെ നടക്കുവാൻ തക്കവണ്ണം തൻ്റെ ഗ്രന്ഥത്തിൽ എഴുതിയതിൽ നടത്തുന്നു. എന്നാൽ പലപ്പോഴും ദൈവത്തിൻ്റെ ഹിതത്തിൽ നിന്ന് മനുഷ്യർ വീണു പോകുന്നു. ദൈവം അനുഗ്രഹിക്കുകയും ദൈവസ്നേഹം തിരിച്ചറിയുകയും ദൈവകൃപയിൽ വളരുകയും ചെയ്ത അനേക ജീവിതങ്ങൾ പലപ്പോഴും ദൈവത്തിൽ നിന്നകന്ന് പാപത്തിനടിമപ്പെട്ട് ദൈവകൃപയിൽ നന്യമായി രക്ഷയിൽ നിന്ന് മാറി ഈ ഭൂമിയിൽ തന്നെ കെട്ട ജീവിതത്തിൻ്റെ ഉടയവരായി മാറിപ്പോവുകയാണ്. ബൈബിളിൽ നമുക്കിങ്ങനെ ഒരു മനുഷ്യനെ പരിചയപ്പെടുന്നുണ്ട്. വേദപുസ്തകത്തിൽ അനേക ആളുകളുണ്ടെങ്കിലും 1 ശമൂവേലിൻ്റെ പുസ്തകം 31-ാം അധ്യായത്തിൽ ശൗലിനെക്കുറിച്ച് പറയുന്നൊരു ഭാഗമുണ്ട്. ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവാണ് ശൗൽ. ശൗലിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: ശൗൽ തൻ്റെ ആയുധവാഹകനോട് പറഞ്ഞു, ഈ അപരിച്ഛേദിതർ എന്നെ അപമാനിക്കുകയും കുത്തിക്കൊല്ലുകയും ചെയ്യാതിരിക്കേണ്ടതിന് വാളൂരി എന്നെ കൊല്ലുക. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അവസാനം ഇങ്ങനെയാണ് അങ്ങ് തീരുന്നത്. നാമെല്ലാം വിശുദ്ധ ബലിയിലെല്ലാം ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, സമാധാനപരമായ നല്ല അവസാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ, അങ്ങേക്ക് ഇഷ്ടമുള്ളതും പ്രീതിജനകവുമായ ക്രിസ്തീയ പൂർണ്ണതയിൽ ഞങ്ങൾ എത്തിക്കണമേ. നമ്മുടെ പ്രാർത്ഥന അങ്ങനെയാണ്, നല്ല മരണത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. എന്നാൽ ഇതാ ദൈവത്തിൻ്റെ ചൈതന്യവും സ്നേഹവും അഭിഷേകവും കിട്ടിയൊരു മനുഷ്യൻ മറ്റുള്ളവർ തന്നെ കൊല്ലുമെന്ന് ഭയപ്പെട്ട് അപരിച്ഛേദിതരുടെ ഇടയിൽ ഭയപ്പെട്ടിട്ട് ആ മനുഷ്യൻ പറയുകയാണ്, അവരെന്നെ കൊല്ലുന്നതിന് മുമ്പ് നീ എന്നെ കൊല്ലുക. ഭയത്തിൻ്റെ അരൂപിയിൽ ബന്ധിക്കപ്പെട്ട് ആത്മഹത്യ ചെയ്ത ഒരു മനുഷ്യൻ. ഇന്ന് നമ്മുടെ എല്ലാം ജീവിത സാഹചര്യങ്ങളിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രയാസമാണ്, പല മനുഷ്യരും ആത്മഹത്യയിൽ പോയി ശരണം തേടുന്നു. ആത്മഹത്യയിലൂടെ ജീവിതത്തിന് രക്ഷപ്പെടാമെന്ന് കരുതുന്നു. മരണത്തെ അങ്ങനെ പുൽകാൻ ശ്രമിക്കുന്ന അനേകം മനുഷ്യർ. എന്തുകൊണ്ടാണ് ശൗൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്? എവിടെ പോയി ശൗലിൻ്റെ ബലം? ഇസ്രായേലിൽ അവനെപ്പോലെ തോളപ്പമുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നില്ല. രാജാവായി ശോഭിച്ചിരുന്നവൻ, അവൻ്റെ ജീവിതത്തിൽ അവൻ ആശ്രയം കണ്ടെത്തിയത് ആത്മഹത്യയിലാണ്. ഇന്ന് നമ്മൾ ഈ കോവിഡിൻ്റെ എല്ലാം കാലഘട്ടം വന്നപ്പം നമ്മളെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങൾ, ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിൽപ്പെട്ടവരെല്ലാം ഒരുതരം ഡിപ്രഷനിൽപ്പെട്ട് ആത്മഹത്യയിൽ ശരണം തേടിയ ഒത്തിരി വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ശൗലും ഡിപ്രഷനിൽ പെട്ടിട്ടാണ് സൂയിസൈഡ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ മനുഷ്യൻ ഈ ഡിപ്രഷനിൽ എത്തിച്ചേർന്നത്? എങ്ങനെയാണ് ഈ മനുഷ്യൻ ആത്മഹത്യയിൽ ചെന്ന് അഭയം തേടേണ്ടി വന്നത്? ആരായിരുന്നു ഈ ശൗൽ? എളുപ്പത്തിൽ നമ്മൾ ഈ ശൗലിനെ കുറിച്ചൊന്ന് ധ്യാനിച്ച് നോക്കാം. നമുക്കറിയാം, ഇസ്രായേലിൽ ഏറ്റവും എളിയ ഗോത്രത്തിൽപ്പെട്ട ഒരാളാണ്, ബെന്യാമിൻ ഗോത്രത്തിൽപ്പെട്ട ആളാണ് ശൗൽ. അപ്പൻ്റെ കഴുതകൾ അന്വേഷിച്ച് പോയ ഒരാളാണ്. അതിനെ തേടിപ്പോകുന്ന വഴിയിലാണ് ദൈവത്തിൻ്റെ അഭിഷേകം ഈ മനുഷ്യനിൽ വരുന്നത്. നമ്മുടെ മനസ്സിൽ തോന്നുന്നു, എന്തുകൊണ്ടാണ് ശൗലിനെ സെലക്ട് ചെയ്തത്? അവൻ്റെ ശരീരത്തിൻ്റെ വലിപ്പം കണ്ടിട്ടാണോ? ഇസ്രായേലിൽ അവനൊപ്പം പൊക്കമുള്ളവർ പോലും ഇല്ല. അപ്പം ശരീരത്തിൻ്റെ വലിപ്പം കണ്ടിട്ടായിരിക്കുമോ? അതോ ഇനി കീശിൻ്റെ മകന്, സമ്പന്നനായ കീശിൻ്റെ മകനായതുകൊണ്ടാണോ ശൗലിനെ സെലക്ട് ചെയ്തത്? എന്തുകൊണ്ടാണ് ദൈവം ശൗലിനെ തിരഞ്ഞെടുത്തത്? ഇത് കേൾക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ടാകണം, ദൈവം നമ്മളെ സ്നേഹിക്കാനും ദൈവത്തിൻ്റെ ചില കരുണകൾ നമ്മളിലേക്ക് കടന്നു വരാനും എന്ത് യോഗ്യതയാണ് നമുക്കുള്ളത്? നമ്മൾ ജനിച്ച കുടുംബത്തിൻ്റെയോ നമ്മുടെ ഇടവക പള്ളിയുടെയോ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കന്മാരുടെ സമ്പത്തിൻ്റെ എന്തിൻ്റെ മഹിമയിലാണ് ദൈവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നന്മകൾ നൽകിയിട്ടുള്ളത്? അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുണ നമ്മൾ പ്രാപിച്ചിട്ടുള്ളതിൻ്റെ യോഗ്യത എന്താണ്? ശൗലിൻ്റെ യോഗ്യതയെക്കുറിച്ച് ബൈബിളിൽ ഇങ്ങനെയാണ് പറയുന്നത്. 1 ശമൂവേൽ 9-ാം അധ്യായം 21-ാം തിരുവചനം. ശൗലിനെ തിരഞ്ഞെടുക്കാൻ തക്കവണ്ണം ശമൂവേൽ പ്രവാചകൻ അവനെ സെലക്ട് ചെയ്യുമ്പോൾ, അവനെ തിരഞ്ഞെടുക്കുമ്പം ശൗലിൻ്റെ മനസ്സ് ശൗൽ പറയുന്നുണ്ട്. ശൗൽ പ്രതിഭജിച്ചു, ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറിയ ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ടവനല്ലേ ഞാൻ? അതിൽ തന്നെ ഏറ്റവും എളിയ കുടുംബമല്ലേ എൻ്റേത്? പിന്നെ എന്തുകൊണ്ടാണ് എന്നെ ദൈവം തിരഞ്ഞെടുത്തു എന്നൊക്കെ നീ എന്നോട് പറയുന്നത്? ഇതാണ് ശൗലിൻ്റെ മനസ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഏറ്റവും ചെറിയവനാണ്, ഞാൻ ഏറ്റവും കുറഞ്ഞവനാണ്, എനിക്ക് എൻ്റേതായി എന്ന് അഭിമാനിക്കാൻ ഒന്നുമില്ല. ഞാൻ ഈ എളിയ ഗോത്രത്തിൽപ്പെട്ടവൻ, അതിൽ തന്നെ ഏറ്റവും ചെറിയ കുടുംബത്തിൽപ്പെട്ടവൻ, എന്ത് യോഗ്യത എനിക്ക്? സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിലുണ്ടാകേണ്ട ആദ്യത്തെ ധ്യാനം ദൈവഭാഗം നിരന്തരമുള്ളത്, കണ്ണീരോടെ ദൈവത്തെ ഓർക്കാനുള്ളത്, എനിക്കെന്ത് യോഗ്യത? എനിക്ക് ഈ ആരോഗ്യം കിട്ടാൻ, എനിക്ക് ഈ ജീവിത സാഹചര്യം കിട്ടാൻ, ഇത്രയുമെങ്കിലും എന്നെ പരിപാലിക്കാൻ,
നമുക്ക് പലപ്പോഴും നമ്മുടെ ഇല്ലായ്മകളെക്കുറിച്ച് ദാരിദ്ര്യവും പരാതികളുമായിരിക്കും. എങ്കിലും നമ്മളെക്കാൾ ഞെരുങ്ങിയും പ്രയാസപ്പെടുന്നവരുടെയും ഇടയിൽ നിന്നുകൊണ്ട് ദൈവത്തോട് ചോദിക്കാൻ നമുക്കുണ്ട്, എന്ത് യോഗ്യതയുണ്ട് കർത്താവേ? ദൈവം പറഞ്ഞു, ഇത് തന്നെയാണ് നിൻ്റെ യോഗ്യത. ശമൂവേൽ ഒലിവെണ്ണ എടുത്തിട്ട്, കൊമ്പിൽ കൊണ്ടുവന്ന ഒലിവെണ്ണ എടുത്തിട്ട് ശൗലിൻ്റെ മേൽ അഭിഷേകം ചെയ്തു. നമ്മുടെ സുറിയാനി സഭയുടെ ആ പാരമ്പര്യത്തിലൂടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നന്നായി മനസ്സിലാകും. കൊമ്പിൽ സൂക്ഷിച്ച ഒലിവെണ്ണ ശൗലിൻ്റെ മുകളിൽ അഭിഷേകം ചെയ്തു കഴിഞ്ഞപ്പോൾ അവനിൽ അഭിഷേകം വന്നു. വിശുദ്ധ സഭ ഒരു വ്യക്തിയെ സഭയുടെ ആ സ്നേഹത്തിലേക്ക്, സഭയുടെ കൂട്ടായ്മയിലേക്ക് ചേർക്കുമ്പം ഈ കൊമ്പിലെ തൈലം തന്നെയാണ് തൂക്കുന്നത്. ഒരു കുപ്പിയിൽ മൂറോൺ തൈലം എടുത്തങ്ങ് തൂക്കുകയാണ്. അപ്പോൾ ആ വ്യക്തി അഭിഷേകം പ്രാപിക്കും. പുറമേ നിന്ന് കഴിഞ്ഞാൽ കൊമ്പിലെ തൈലം ശൗലിൻ്റെ മുകളിൽ തൂക്കുന്നതിന് മുമ്പും തൂത്തതിന് ശേഷവും ശരീരത്തിൽ വലിയ വ്യത്യാസമൊന്നും കാണാനില്ല, പ്രത്യേകിച്ച് തിളക്കമൊന്നും കൂടിയിട്ടില്ല. പക്ഷെ അവൻ്റെ അഭിഷേകം മാറി. മാമോദീസായിലൂടെ ദൈവ തിരുസന്നിധിയിൽ സമർപ്പിച്ച് കഴിയുമ്പോൾ പുറമേ നിന്ന് നോക്കുമ്പം മാമോദീസ മുക്കിയ കുഞ്ഞും മുക്കാത്ത കുഞ്ഞും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഒരുപക്ഷെ കാണാനുണ്ടാവില്ല. എന്നാൽ അഭിഷേകത്തിൽ മാറ്റമുണ്ട്. ശൗലിൻ്റെ അഭിഷേകം മാറി. എവിടേക്കാണ് അഭിഷേകം മാറിയത്? ശൗലിൻ്റെ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലേക്കാണ് അഭിഷേകം മാറിയത്? നമുക്കറിയാം, ഒരു മനുഷ്യനിൽ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ദേഹം, ദേഹി, ആത്മാവ്. ഇതാണ് ഒരു മനുഷ്യൻ. അവനൊരു ശരീരമുണ്ട്, അവനൊരു മനസ്സുണ്ട്, അവനൊരു ആത്മാവുണ്ട്. ദൈവത്തിൻ്റെ അഭിഷേകം ഇറങ്ങുന്നത് എവിടെയാണ്? 3 തലങ്ങളെ അഭിഷേകം ചെയ്തു. എന്തൊക്കെയാണ് സംഭവിച്ചത്? ശമൂവേൽ ഒരു പാത്രം ഒലിവെണ്ണ എടുത്ത് ശൗലിൻ്റെ ശിരസിലൊഴിച്ചു അവനെ ചുംബിച്ചു. കർത്താവ് തൻ്റെ ജനത്തിൻ്റെ ഭരണാധികാരിയെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അവിടുന്ന് തൻ്റെ ജനത്തെ ഭരിക്കുക, എല്ലാ ശത്രുക്കളിൽ നിന്നും അവനെ സംരക്ഷിക്കുകയും ചെയ്യണം. തൻ്റെ അവകാശമായ ജനത്തിന് രാജാവായി നിന്നെ അഭിഷേകം ചെയ്തു. ഇപ്പം ശരീരം രാജത്വം പ്രാപിച്ചു, രാജകീയ ശരീരമായി. ഇനി ശൗലിനെ കണ്ടാൽ ഇസ്രായേൽക്കാർക്ക് മനസ്സിലാവും, ഞങ്ങളുടെ രാജാവാണ്. ആ ശരീരത്തിൻ്റെ പ്രത്യേകത അതിന് എല്ലായിടത്തും പോയിരിക്കത്തില്ല. രാജകീയ സിംഹാസനത്തിൽ ഇരിക്കേണ്ട ശരീരമായി മാറി. അതിൽ ധരിക്കുന്ന വസ്ത്രങ്ങൾ രാജാവിൻ്റെ വസ്ത്രങ്ങൾ. അപ്പം ശരീരത്തിന് അങ്ങോട്ട് ദൈവം അഭിഷേകം ചെയ്തപ്പോൾ ശരീരത്തിൽ അതിൻ്റെതായ മാറ്റം. ജനം കാണാം, അവനെ ഇനി കാണുമ്പോൾ, അവൻ നടന്നു വരുന്നത് കാണുമ്പോൾ, അവനെ കാണുമ്പോൾ ജനം എഴുന്നേക്കും. കാരണം അവൻ ഞങ്ങളുടെ രാജാവാണ്. ശരീരത്തിൽ മാറ്റം, അഭിഷേകമുള്ളൊരു ശരീരം സൂക്ഷിക്കാൻ ശൗൽ ബാധ്യസ്ഥൻ. മനസ്സിലോ? 2, അവൻ്റെ മനസ്സ് മാറി. 9-ാം തിരുവചനം, 1 ശമൂവേൽ 10-ാം അധ്യായം 9-ാം തിരുവചനം. ശൗൽ ശമൂവേലിൻ്റെ അടുക്കൽ നിന്ന് പോകാൻ തിരിഞ്ഞപ്പോൾ ദൈവം അവന് ഒരു പുതിയ ഹൃദയം നൽകി. അവൻ്റെ ഹൃദയം മാറി, മനസ്സ് മാറി. ഹൃദയം, ഒരു പുതിയ ഹൃദയം. ഒരു ഹൃദയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സംസ്കൃത പദത്തിൽ നിന്നുണ്ടായ ഒന്നാണ് ഹൃത്ത്, കേന്ദ്രം. അവൻ്റെ ബോധ്യങ്ങളുടെ കേന്ദ്രം മാറി, അവൻ്റെ ചിന്താഗതികൾ മാറി, അവൻ്റെ കാഴ്ചപ്പാടുകൾ മാറി. ഇത്രയും നാൾ കണ്ട കാഴ്ചയല്ല, അവൻ്റെ മനോഭാവത്തിൽ വലിയ മാറ്റം വന്നു. ദൈവം തെരഞ്ഞെടുത്തവൻ, ഒരു പുതിയ ഹൃദയം. ഇത്ര നേരം കണ്ടതുപോലെയല്ല. കഴുതയെ കാണാതെ ആവലാതിപ്പെട്ട് നടന്നൊരു മനുഷ്യൻ്റെ മനസ്സല്ല ഇനി ശൗലിനുള്ളത്. ദൈവം കൊടുത്ത ബോധ്യത്തിൽ ചിന്തിക്കുന്നവൻ, ദൈവം കാണുന്നത് പോലെ കാണാൻ, ദൈവം സ്നേഹിക്കുന്ന പോലെ സ്നേഹിപ്പാൻ, ദൈവത്തിൻ്റെ ചൈതന്യം നിറഞ്ഞൊരു ഹൃദയമുള്ള ഒരു മനുഷ്യൻ. അപ്പം ശരീരാഭിഷേകം പ്രാപിച്ചു, മനസ്സിൽ അഭിഷേകം വന്നു. അതിൻ്റെ 10-ാം വചനം, ശൗലും ഭൃത്യനും ഗിബെയയിലെത്തിയപ്പോൾ പ്രവാചക ഗണത്തെ കണ്ടു. ഉടൻ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് അവനിൽ പ്രവേശിച്ചു. അവൻ പ്രവചിക്കാൻ തുടങ്ങി. അപ്പോൾ ആത്മാവിൽ മാറ്റം വന്നു. അവൻ്റെ ബോധ്യങ്ങളിൽ മാറ്റം വന്നു കഴിഞ്ഞപ്പോൾ ആത്മതലങ്ങളിൽ മാറ്റം വന്നു. അവൻ പ്രവചിക്കാൻ തുടങ്ങി. അവൻ പറയുന്നത് പ്രവചനമായി മാറി. എന്താണ് പ്രവചനം എന്ന് പറഞ്ഞാൽ? പ്രവചനം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം തെറ്റിദ്ധാരണ, ഈ പക്ഷിശാസ്ത്രക്കാരും കൈനോട്ടക്കാരും മുഖനോട്ടക്കാരും പറയുന്ന പോലെയാണ്. ആരെങ്കിലും കേട്ട കാര്യം പിന്നെയും പറയുക, അല്ലെങ്കിൽ നാളെ വരാനിരിക്കുന്ന കാര്യം പറയുക. ഇതൊക്കെയാണ് പലരും പ്രവചനം. പ്രവചനം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? പ്രവചിക്കുക, അവനെ തിരുത്തി പറയുക. ഇന്ന കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം, ഇല്ലെങ്കിൽ ഇന്നത് സംഭവിക്കും. ഈ ബോധ്യപ്പെടുത്തലിൻ്റെ ആത്മാവ്, തിരുത്തലിൻ്റെ ആത്മാവ്, ശക്തമായ പ്രവചന ബോധ്യം അവൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. ഇങ്ങനെ ശൗൽ ഇസ്രായേലിലെ രാജാവും, ഇസ്രായേലിൽ ദൈവീക മനസ്സുള്ളവനും, ഇസ്രായേലിൻ്റെ ഇടയിലെ ഒരു പ്രവാചകനുമായിട്ട് ശൗൽ ജീവിതം നയിക്കുകയാണ്. അവനെ ശമൂവേൽ പ്രവാചകൻ രാജാവായി അഭിഷേകം ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമ്മളിനി വായിക്കുന്ന ഒരു ഭാഗം അതിൻ്റെ 15-ാം അധ്യായം, 1 ശമൂവേൽ 15-ാം അധ്യായം അതിൻ്റെ 35-ാം തിരുവചനം. 1 ശമൂവേൽ 15-35 വായിക്കുകയാണ്. ശൗലിനെ ഇസ്രായേലിൻ്റെ രാജാവാക്കിയതിൽ കർത്താവ് ഖേദിച്ചു. രാജകീയ ശരീരം, ദൈവീകമായ മനസ്സ്, പ്രവചനം നിറഞ്ഞ ദൈവത്തിൻ്റെ ചൈതന്യമുള്ളൊരാത്മാവ്. എന്നിട്ട് മാറി നിന്നിട്ട് ദൈവം പറയുകയാണ്, ശൗലിനെ രാജാവാക്കിയതിൽ ദൈവം ഖേദിച്ചു. ഇത് വായിക്കുമ്പോൾ പലപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിനകത്ത് എപ്പോഴും ദൈവം ഒരുപക്ഷെ എന്നെക്കുറിച്ച് ഇങ്ങനെ പറയില്ലേ? ദൈവം നമ്മുടെ ബലഹീനമായ ജീവിതത്തിൽ നമുക്ക് പൗരോഹിത്യം തന്നു, നമ്മുടെ ബോധ്യങ്ങളിൽ മാറ്റം വരുത്തി, നമ്മുടെ ആധ്യാത്മിക തലങ്ങളിൽ മാറ്റം വരുത്തി. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഇരുന്ന് ആലോചിക്കേണ്ടേ, എന്നെക്കുറിച്ച് കർത്താവിൻ്റെ ബോധ്യം എന്തായിരിക്കും? എന്നെ പുരോഹിതനാക്കിയതിൽ കർത്താവ് ഖേദിക്കുന്നുണ്ടോ?
ഇപ്പോൾ ഒരു പുരോഹിതൻ എന്ന നിലയിൽ മാത്രം ചിന്തിച്ചാൽ മതിയോ? എനിക്കൊരു കുടുംബം തന്നു, എൻ്റെ ജീവിത പങ്കാളി തന്നു, കുഞ്ഞുങ്ങളെ തന്നു, എന്നെ ഒരു കുടുംബനാഥനാക്കിയതിൽ ദൈവം ഖേദിക്കുന്നുണ്ടോ? എന്നെ ഒരു അമ്മയാക്കിയതിൽ, ഭാര്യയാക്കിയതിൽ, ഭർത്താവാക്കിയതിൽ, എന്നെ ഇന്ന സ്ഥലത്തിൽ ഒരു ഓഫീസറാക്കിയതിൽ, എന്നെ ഇന്ന തരത്തിലൊരു ബിസിനസ് കാര്യത്തിൽ എന്നെ ആക്കിയതിൽ എൻ്റെ ദൈവം ഖേദിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ നന്മകൾ സ്വീകരിച്ച് ശൗലിനെ ഓർത്ത് ദൈവം ഇപ്പോൾ ഖേദിക്കുകയാണ്. എന്താ സംഭവിച്ചത്? ഖേദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ രാജത്വം നഷ്ടപ്പെട്ടു, അവൻ്റെ ഹൃദയത്തിലെ ബോധ്യങ്ങൾ നഷ്ടപ്പെട്ടു, ദൈവം അയച്ച ദുരാത്മാവ് അവൻ്റെ ഉള്ളിൽ കയറി, അവൻ്റെ മാനസിക ഭാവങ്ങൾ മുഴുവൻ മാറി, എല്ലാ തലങ്ങളിലും പോയി. അവൻ്റെ രാജ്യത്വം ദൈവം കീറിക്കളഞ്ഞിട്ട് പറഞ്ഞു, ഇസ്രായേലിൽ നിന്ന് നിൻ്റെ രാജ്യത്വം ഞാൻ കീറിക്കളഞ്ഞിരിക്കുന്നു. ദൈവം അയച്ച ദുരാത്മാവ് കയറി കഴിഞ്ഞിട്ട് അവന് പിന്നെ ദാവീദിനെ കാണുമ്പോഴും മറ്റുള്ളവരെ കാണുമ്പോഴും ചിത്തഭ്രമമായി മാറി. അവൻ്റെ ആത്മാവ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ അവൻ നശിപ്പിച്ചു, ആത്മഹത്യ ചെയ്ത് കളഞ്ഞു. അപ്പം ശരീരവും മനസ്സും എല്ലാം അഭിഷേകം നഷ്ടപ്പെട്ടതായി മാറി. എന്താണ് കാരണം? എൻ്റെയും നിങ്ങളുടെയും ചെറിയ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് നമ്മളെല്ലാം പലപ്പോഴും ദൈവസ്നേഹത്തിൽ നിന്ന് താഴെ പോവുകയും ഇത് തിരിച്ചറിയാൻ പറ്റാതെ വരികയും ചെയ്യുന്നത്? എന്താണ് അതിൻ്റെ കുഴപ്പം? ഒത്തിരി കാരണങ്ങളുണ്ടാകാം. ബൈബിളിൽ നിന്ന് 1-2 കാര്യങ്ങൾ നമുക്ക് കർത്താവ് ഖേദിക്കാനുള്ളൊരു കാരണം കണ്ടെത്തണം. ഇത് പഴയ നിയമത്തിലെ ഒരു ശൗലിനെ ഓർത്ത് ഖേദിച്ചതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട. എന്നെ ഓർത്ത് എൻ്റെ ദൈവം ഖേദിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൻ്റെ 13-ാം അധ്യായം 1 ശമൂവേൽ 13 വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകും. 1 ശമൂവേൽ 13 വായിക്കുമ്പോൾ നമ്മൾ കാണുകയാണ്, ദൈവം ഫെലിസ്തരെ ഇസ്രായേലിന് യുദ്ധവുമായിട്ട് ഒരു ക്രമീകരണം ചെയ്തു. ദൈവത്തിൻ്റെ അനുവാദം ഒരു യുദ്ധം നടക്കുകയാണ്. ഓരോ കാര്യവും ദൈവം അറിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫെലിസ്തർ യുദ്ധത്തിന് വന്നു ഇസ്രായേലിനോട്. നേതൃത്വം കൊടുക്കേണ്ടത് ശൗലാണ് ഇസ്രായേലിന്. ഇസ്രായേലിന് നേതൃത്വം കൊടുക്കാൻ നേരത്ത് ശൗലിന് മനസ്സിലായി, എൻ്റെ കയ്യിലിരിക്കുന്ന ആയുധ ബലം കൊണ്ടും ശാരീരിക ബലം കൊണ്ടുമല്ല ഞാൻ ഇസ്രായേലിനെ വിജയിപ്പിക്കേണ്ടത്, ഞാൻ ഫെലിസ്തരെ പരാജയപ്പെടുത്തേണ്ടത്, പകരം ദൈവത്തിൻ്റെ ശക്തിയിലായിരിക്കണം. ഈ ബോധ്യം ശൗലിനുണ്ട്. അതുകൊണ്ട് ശൗൽ ഒരു തീരുമാനം എടുത്തു. ബലികളൊക്കെ നടത്തി, 7 ദിവസത്തെ ബലിയൊക്കെ നടത്തി, കാര്യങ്ങളൊക്കെ ഗംഭീരമാക്കി കഴിഞ്ഞതിന് ശേഷം പ്രാർത്ഥിച്ച് ഒരുങ്ങി ശത്രുവിനെ കീഴ്പ്പെടുത്താൻ പോകാം. നല്ല കാര്യമാണ്, അങ്ങനെയാണ് ചെയ്യേണ്ടതും. പ്രാർത്ഥിച്ചൊരുങ്ങി. നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുമ്പോഴും നോമ്പൊക്കെ എടുത്ത് പ്രാർത്ഥിച്ച്, നല്ല കാര്യമാണ്. അതുകൊണ്ട് ശൗലും തീരുമാനമെടുത്തു, ഞാനൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ പ്രാർത്ഥിച്ചൊരുങ്ങി ബലിയൊക്കെ അർപ്പിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ പുരോഹിതനായ ശമൂവേലിൻ്റെ അടുത്ത്, അവൻ്റെ ആത്മീയ ഗുരുവാണ്, ഗുരുവിനോട് എന്ന് പറഞ്ഞു, ഫെലിസ്തരുമായിട്ട് യുദ്ധത്തിന് പോകുമ്പോൾ ഞാൻ ചാടിക്കറി യുദ്ധത്തിനൊന്നും പോകത്തില്ല. ദൈവവുമായി ഒരു ബന്ധം സ്ഥാപിച്ച് ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച് ആരാധിച്ച് ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ് ഞാൻ യുദ്ധത്തിന് പോകുന്നത്. ഓക്കെ. അപ്പോൾ ശമൂവേൽ ഒരു കാര്യം പറഞ്ഞു. ശമൂവേലിൻ്റെ നിർദ്ദേശമനുസരിച്ച് 7 ദിവസം അവന് വേണ്ടി കാത്തിരുന്നു. അപ്പോൾ ശൗൽ പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങിക്കോ, 7 ദിവസം പ്രാർത്ഥിച്ചോ, ഫെലിസ്തർ അവിടെ നിൽക്കട്ടെ, 7 ദിവസം പ്രാർത്ഥിച്ചൊരുങ്ങുക, 7 ദിവസം നിൻ്റെ പ്രാർത്ഥന കഴിയുമ്പോൾ ഒരുക്കപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ വരാം. അങ്ങനെ ശൗല് ആളുകളെയൊക്കെ കൂട്ടി ഒരുക്കപ്രാർത്ഥന നടത്തുകയാണ്. ഒരുക്കപ്രാർത്ഥന ഒരുങ്ങുവാണ്. ശത്രുവിനെ കീഴ്പ്പെടുത്തുവാൻ ദൈവത്തിൽ ആശ്രയിച്ച് ശൗൽ ഒരുങ്ങുകയാണ്. നല്ല കാര്യമല്ലേ? ശൗൽ ശമൂവേലിൻ്റെ നിർദ്ദേശമനുസരിച്ച് 7 ദിവസം അവന് വേണ്ടി കാത്തിരുന്നു. എന്നാൽ ശമൂവേൽ ഗിൽഗാലിൽ വന്നില്ല, 7-ാം ദിവസം വന്നില്ല. അതിനാൽ ജനം ശൗലിനെ വിട്ടുപിരിയാൻ തുടങ്ങി. ശൗൽ പറഞ്ഞു, ദഹനബലിക്കും സമാധാന ബലിക്കുമുള്ള വസ്തുക്കൾ എൻ്റെ അടുത്ത് കൊണ്ടുവരുവിൻ. എന്നിട്ട് അവൻ തന്നെ ദഹനബലി അർപ്പിച്ചു. ദഹനബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ശമൂവേൽ വന്നെത്തി. അവനെ അഭിവാദനം ചെയ്തു സ്വീകരിക്കാൻ ശൗൽ പുറത്തേക്ക് വന്നു. അപ്പോൾ ശമൂവേൽ ചോദിച്ചു, നീ എന്താണ് ചെയ്തത്? ശൗൽ പറഞ്ഞു, ജനങ്ങൾ എന്നെ വിട്ടുചെതറിപ്പോകുന്നതും നിശ്ചിത ദിവസമായിട്ട് നീ വരാതിരുന്നതും ഫെലിസ്ത്യർ മിക്മാഷിൽ ഒരുമിച്ച് കൂടുന്നതും ഞാൻ കണ്ടു. ആയതുകൊണ്ട് ഞാൻ ഈ ബലി അങ്ങോട്ട് അർപ്പിച്ചു. ഉടനെ ശമൂവേൽ പറയുകയാണ്, നീ വിഡ്ഢിത്തരമാണ് ചെയ്തത്. നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പന നീ അനുസരിച്ചെങ്കിൽ അവിടുന്ന് നിന്റെ രാജ്യത്വം ഇസ്രായേലിൻ്റെ മേൽ എന്നേക്കുമായി സ്ഥിരപ്പെടുത്തുമായിരുന്നു. എന്താണ് ശൗൽ ചെയ്ത തെറ്റ്? ഒറ്റ വായന വായിച്ചു കഴിഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളെ നമുക്കിതിൽ എന്ത് തെറ്റാണ് കാണാൻ കഴിയുക? എന്തെങ്കിലും തെറ്റ് ശൗലിൻ്റെ ഭാഗത്തുണ്ടോ? ശമൂവേൽ പറഞ്ഞു 7 ദിവസം കാത്തിരിക്കുക. 7 ദിവസം കാത്തിരുന്നു. 7-ാം ദിവസമായിട്ടും വന്നില്ല. പ്രാർത്ഥനയ്ക്ക് ആചാര്യൻ വരാത്തതുകൊണ്ട് പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റുമോ? ഇപ്പോൾ ശൗലൊരു കാര്യം ചെയ്തു, ദഹനബലിക്കുള്ള സാധനങ്ങളൊക്കെ കൂട്ടി സ്വന്തം ബലിയും പ്രാർത്ഥനയും നടത്തി. ഞാനൊരു പുരോഹിതനെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പൗരോഹിത്യത്തിൻ്റെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി അല്ല ഇത് പറഞ്ഞത്. പക്ഷേ ഇതിനകത്ത് ദൈവം എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്ന കാര്യം പരിശുദ്ധാത്മാവ് ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്. ശൗലിൻ്റെ വീഴ്ചയുടെ അടിസ്ഥാന കാരണം അവിടെ കിടക്കുകയാണ്. എന്താണ് പ്രശ്നം? ശമൂവേൽ ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ ബലിയർപ്പിച്ചത്? ഉടനെ അയാൾ പറഞ്ഞു, 7 ദിവസം ഞാൻ കാത്തിരുന്നു, നീ വന്നില്ല. അപ്പം ജനം വിട്ടുപിരിയാൻ തുടങ്ങി. ജനം മടുത്തു. പ്രാർത്ഥനയൊക്കെ നടത്തി ജനം മടുത്തു. ജനം വിട്ടുപിരിയുന്നു. ഫെലിസ്തർ മിക്മാഷിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്നു. സമയമായിട്ട് നീ വന്നിട്ടില്ല. പിന്നെ ഞാൻ എന്നാ ചെയ്യും? ഞാനതുകൊണ്ട് ബലിയർപ്പിച്ചു. എന്തെങ്കിലും തെറ്റുണ്ടോ? ഒറ്റബുദ്ധിയിൽ വായിക്കുമ്പോൾ എനിക്കും തോന്നി, ദൈവം ഇതിനകത്ത് തെറ്റൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാണ്
പ്രവാചകനായ ശമൂവേലിനോട്, ദീർഘദർശിയ ശമൂവേൽ ശൗലിനോട് വിളിച്ചു പറഞ്ഞു, അനുസരിച്ചിരുന്നെങ്കിൽ നിന്റെ രാജ്യത്വം എന്നേക്കും നിലനിൽക്കുമായിരുന്നു. അനുസരിക്കാത്തത് കൊണ്ട് ഇസ്രായേലിൽ നിന്റെ രാജ്യത്വം എന്നേക്കുമായി എടുത്തു കളഞ്ഞിരിക്കുന്നു. അവൻ്റെ അഭിഷേകം മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. എന്താണ് കാരണം? 3 കാരണങ്ങൾ നമ്മൾ അതിൽ പെട്ടെന്ന് വായിക്കുന്നുണ്ട്. 1 ശമൂവേൽ 13-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള തിരുവചനം. ശമൂവേൽ ചോദിച്ചു, നീ എന്താണ് ചെയ്തത്? അപ്പോൾ അയാൾ പറയുകയാണ്, 1, ഞാൻ ഈ ബലി അർപ്പിച്ചു. എന്താ കാരണം എന്നറിയോ? ഞാൻ ഈ ബലി അർപ്പിക്കാനുള്ള കാരണം, ഞാൻ പ്രാർത്ഥിക്കാനുള്ള കാരണം എന്താ കാരണം എന്നറിയോ? ജനം എന്നെ വിട്ടു പിരിയുന്നു, അതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. നമ്മൾ അതിൻ്റെ ഉള്ളിലെ ഒരു ആഴമൊന്ന് മനസ്സിലാക്കണം. എൻ്റെയും നിങ്ങളുടെയും പല പ്രാർത്ഥനകളും, പല സൽപ്രവർത്തികളും, പല ചാരിറ്റി പ്രവർത്തനങ്ങളും, പല നന്മകളും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ജനത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ ബലിയർപ്പിക്കാനുള്ള കാരണം ജനം വിട്ടുപിരിയുന്നു, അവർ പോകാതിരിക്കാൻ, എന്നോട് ചേർന്ന് നിൽക്കാൻ ഞാൻ ഈ പരിപാടി കാണിച്ചു. സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിൽ നമ്മൾ ഈ പ്രാർത്ഥനാ കാര്യങ്ങൾ നടത്തുന്നത് എന്തിനാണ്? മക്കൾ നമ്മളോട് ചേർന്ന് നിൽക്കാനോ? ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാനും ദൈവത്തിൻ്റെ നന്മകളെ അനവരതം സ്തോത്രം ചെയ്യുവാനുമുള്ള പ്രാർത്ഥന ശൗല് മാറ്റിയത് എന്തിനെന്നറിയോ? ജനം കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം മറ്റുള്ളവർ ഈ സെക്യുലർ സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പം, ഒരു സാധാരണ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പം, മറ്റുള്ളവരുടെ പ്രീതി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മുടെ ആത്മീയതയെ നമ്മൾ വെള്ളം ചേർക്കും. മറ്റുള്ളവർക്ക് ഇനി പണക്കം വരുമോ? മറ്റുള്ളവർ നമ്മളിൽ നിന്ന് അകന്നു പോകുമോ? ഇത് കണ്ടിട്ട് പലപ്പോഴും നമ്മുടെ ആത്മീയതയിൽ നമ്മൾ പല വെള്ളവും ചേർക്കും. പല സ്ഥലങ്ങളിൽ നമ്മുടെ ആത്മീയതയിൽ അത് പലതരത്തിൽ ഡൈല്യൂട്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്നാ വിചാരിക്കും. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനും മറ്റുള്ളവരുടെ ഇടയിൽ നമ്മുടെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുമായി കാട്ടിക്കൂട്ടുന്ന പലതും ആത്മീയമല്ല. ദൈവം അതിനെ സ്വീകരിക്കുന്നുമില്ല. ശൗല് ചെയ്തത് ദൈവത്തെ മഹത്വപ്പെടുത്താനല്ല, ജനത്തെ പ്രീതിപ്പെടുത്താൻ. അതുകൊണ്ടാണ് കർത്താവ് എപ്പോഴും പറഞ്ഞു, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നിങ്ങളൊന്നും ചെയ്യരുത്, അവിടെ പ്രതിഫലം ലഭിച്ചു സ്വർഗത്തിലെ പിതാവിൽ നിന്ന് കിട്ടില്ല. അത് ഭിക്ഷ കൊടുക്കുമ്പോഴാണെങ്കിലും ദാനം ചെയ്യുമ്പോഴാണെങ്കിലും പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും ഏതൊരു കാര്യവും എൻ്റെ അടുത്തുള്ളവനെ കുറിച്ചല്ല. ഞങ്ങൾ അച്ഛന്മാരൊക്കെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾ വിശുദ്ധ കുർബാന ചെല്ലുമ്പോൾ ഒരിക്കലും മനസ്സിൽ ഇങ്ങനെ വരാൻ പാടില്ല, ഇന്നത്തെ കുർബാന ആളുകൾക്ക് വലിയ ഇമ്പമായോ, എൻ്റെ സ്വരവാസന നന്നായോ, ആളുകൾ അടുത്ത ആഴ്ച എൻ്റെ കുർബാന കേൾക്കാൻ വരുമോ, തീർന്ന്. ഇതെല്ലാ തലങ്ങളിലും എൻ്റെ ആത്മീയത അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും ശുശ്രൂഷ, എൻ്റെ ഏതെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവരെ എന്നിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണോ? ദൈവം എനിക്കൊന്ന് അഭിഷേകം നഷ്ടപ്പെട്ടു. ആയതുകൊണ്ട് ഓർക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്താനല്ലാതെ ഭൂമിയിലെ ജനത്തിൻ്റെ അട്രാക്ഷന് വേണ്ടിയിട്ട് അവരെ ആകർഷിക്കപ്പെടാൻ വേണ്ടി മാത്രം ദൈവം തന്നിരിക്കുന്ന ദാനങ്ങൾ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ അഭിഷേകം നഷ്ടപ്പെടും. 2ാമത് ബലിയർപ്പിക്കാൻ കാരണം പറയുകയാണ്, നിശ്ചിത സമയമായിട്ട് നീ വന്നില്ല, അതുകൊണ്ട് ഞാനത് ചെയ്തു. ഇതാണ് നമ്മുടെ 2ാമത്തെ ഒരു പ്രശ്നം. പലപ്പോഴും നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഒരു കാര്യം ഇതാണ്, ദൈവം പ്രവർത്തിക്കണം എപ്പോഴാണെന്നറിയോ? നിശ്ചിത സമയത്ത്. ഏതാണ് നിശ്ചിത സമയം? ഞാൻ നിശ്ചയിച്ച സമയത്ത്. നടക്കുന്ന കാര്യമാണോ? ഞാൻ നിശ്ചയിച്ച സമയത്ത് ദൈവം ഇടപെടണം. ഞാൻ നിശ്ചയിച്ച സമയത്ത് രോഗസൗഖ്യം നടക്കണം, ഞാൻ നിശ്ചയിച്ച സമയത്ത് മക്കളുടെ കല്യാണം നടക്കണം, ഞാൻ നിശ്ചയിച്ച സമയത്ത് ജോലി കിട്ടണം, ഞാൻ നിശ്ചയിച്ച സമയത്ത് ഇന്ന കാര്യങ്ങൾ നടക്കണം. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇഷ്ടം പ്രകാരം പ്രവർത്തിക്കും. പല ജീവിതങ്ങളിലും ദൈവാനുഭവം നഷ്ടപ്പെടാനുള്ള കാരണം ഇതാണ്. ചില ആളുകൾ അവരാഗ്രഹിക്കുന്ന സമയത്ത് അവരുടെ കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ ദൈവത്തെ സംശയമാണ്. പിന്നെ ദൈവം ഉണ്ടോ? എന്തേ ദൈവം ഇടപെടാത്തത്? ദൈവത്തിൻ്റെ അനുഭവം എന്തുകൊണ്ട് കിട്ടിയില്ല? പ്രിയപ്പെട്ടവരെ, നമ്മൾ നിശ്ചയിക്കുന്ന സമയത്തല്ല ദൈവം ഇടപെടേണ്ടത്. ദൈവം തീരുമാനിക്കുന്ന സമയത്താണ് ദൈവം ഇടപെടുക. അതിലേക്ക് എളിമപ്പെടാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം. ദൈവം നിശ്ചയിക്കുന്ന സമയം വരെ കാത്തിരിക്കാൻ, ദൈവം നിശ്ചയിക്കുന്ന സമയം വരെ എളിമപ്പെട്ട് കൊടുക്കാൻ, ദൈവഹിതപ്രകാരം നടക്കാൻ ഒരു ഭക്തൻ എളിമപ്പെടുമ്പോഴാണ് അവൻ്റെ ആത്മീയതയിൽ ബലം കിട്ടാൻ തുടങ്ങുക. ആയതുകൊണ്ട് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, ശൗലിൻ്റെ ബോധ്യം നമ്മളെ പഠിപ്പിക്കണം, നമ്മുടെ സമയത്ത് ദൈവം ഇടപെടാൻ നമ്മൾ ബലപ്പെടരുത്. ചില ആളുകൾ അതിന് വേണ്ടിയിട്ട് ഉപവാസം, അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥന, പലതും. നമ്മുടെ ഒരു നിശ്ചിത 21 ദിവസം ഞാൻ ഉപവാസം എടുക്കാം, 21-ാം ദിവസം അത്ഭുതം നടക്കണം. ദൈവം അങ്ങനെയാണ് തീരുമാനിക്കുന്നത്. ദൈവം ഓരോ കാര്യവും ചെയ്യുന്നത് നമ്മുടെ ആന്തരിക രക്ഷയ്ക്ക് പര്യാപ്തമാണ് എന്ന് കാണുമ്പോഴാണ്. നമ്മൾ പാപത്തിൽ തന്നെ ജീവിച്ച് തിന്മയിൽ തന്നെ കടന്നുകൊണ്ട് നമ്മൾ ഇന്ന സമയത്ത് ഇന്ന് നടക്കണമെന്ന് പറഞ്ഞാൽ നടന്നാൽ അത് നമ്മളെ നശിപ്പിക്കും. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ പറഞ്ഞത്, ചോദിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങളുടെ ജഡത്തിൻ്റെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ തിന്മയായിട്ട് ചോദിക്കുന്നു, അതുകൊണ്ടാണ് കിട്ടാത്തത്. ദൈവത്തിൻ്റെ ശക്തി കുറവല്ല. ആയതുകൊണ്ട് ഓർക്കുക, നമ്മുടെ സമയമല്ല പ്രധാനം, ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ പറ്റണം. ശൗലിനത് പറ്റിയില്ല. 3ാമത്തെ കാരണം പറയുകയാണ്, ഫെലിസ്ത്യർ മിക്മാഷിൽ ഒരുമിച്ച് കൂടി, അതുകൊണ്ടാണ് ഞാൻ ഇതിനിറങ്ങിയത്.
ഞാൻ ഈ ബലിയർപ്പിക്കാൻ കാരണം ദൈവത്തെ മഹത്വപ്പെടുത്താനല്ല, ശത്രുവിനെ പേടിച്ചിട്ടാണ്. പലതും അങ്ങനെയാണ്, ശത്രുവിനെ പേടിച്ചിട്ട് ബലിയർപ്പിക്കുന്നത്. അപ്പോൾ ആരിലേക്ക് നോക്കിയത്? ബലിയർപ്പണ സമയത്ത് ശൗലിൻ്റെ ചിന്തകളും ബോധ്യങ്ങളും കാഴ്ചപ്പാടുകളും മുഴുവൻ ശത്രുവിലേക്ക് നോക്കിയിട്ടാണ്. ഭൂമിയിലെ അവനെ ഭയപ്പെടുത്തുന്നതിലേക്കാണ് നോക്കുന്നത്, ദൈവത്തിങ്കിലേക്കല്ല. മനോഹരമായ ഒരു അനുഭവം യേശു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിജനപ്രദേശത്ത് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 3 ദിവസമായി. ശിഷ്യന്മാർ പറഞ്ഞു, ഇനി മതി, നിർത്ത്, ആളുകളെല്ലാം വിശന്നിരിക്കുകയാണ്, ആളുകളെ പറഞ്ഞു വിട്. കാരണം ഇത് സ്ഥലം നല്ലതല്ല, സമയം ശരിയല്ല, ആളുകളെ പറഞ്ഞു വിടണം. കാരണം ഇത്രയും ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഉടനെ യേശു ചോദിക്കും, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? അപ്പോൾ അവർ ഉള്ളിൽ ചിരിച്ചിട്ട് പറഞ്ഞു, എന്തുണ്ടാകാൻ? 200 ദനാറയ്ക്ക് ഭക്ഷണം വാങ്ങിയാൽ പോലും ഇത്രയും പേർക്ക് കൊടുക്കാൻ കഴിയില്ല. 200 ദനാറ എന്നൊക്കെ പറഞ്ഞാൽ സങ്കല്പിക്കാൻ കഴിയാത്ത പണമാണ് അവർക്ക്. അതുകൊണ്ടൊക്കെ ശേഖരിച്ചാൽ അതുപോലും കൊടുക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെ കൊടുക്കാൻ പറ്റും? അല്ല, എന്തുണ്ട് പറഞ്ഞു. ഒരു കൊച്ചു കൊണ്ടുവന്ന 5 അപ്പം 2 മീനും ഉണ്ട്. പ്രിയപ്പെട്ടവർ, എന്തുകൊണ്ടാണ് അപ്പോസ്തലന്മാർ ഭയപ്പെട്ടു പോയത്, കഴിയില്ലെന്ന് പറഞ്ഞത്? അവർ ഈ 5 അപ്പത്തിലേക്ക് 2 മീനിലേക്ക് ഒന്ന് നോക്കി. പിന്നെ അവർ നോക്കിയത് 5000 ജനത്തോളം വരുന്ന ജനക്കൂട്ടത്തിലേക്കാണ്. അവരുടെ ഭാര്യമാർ, അവരുടെ കുഞ്ഞുങ്ങൾ, ഒരു വലിയ പ്രതിസന്ധി, പ്രതികൂലത, അവരുടെ മുമ്പിലുള്ള പ്രതികൂലതയിലേക്കും അവരുടെ കയ്യിലേക്ക് നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി, ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത് വളരെ ചെറുതും ഞങ്ങളുടെ മുമ്പിലുള്ളത് ഞങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റാത്തതുമാണ്. ഇതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും. ദൈവമേ, പാർശ്വവ്യാധി ഇങ്ങനെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങളുടെ ഒരു ചെറിയ ജീവിതം. ദൈവമേ, ഞങ്ങളുടെ കയ്യിൽ ഇത്രയും സമ്പത്തേ ഉള്ളൂ, എന്തോരം ബാധ്യതകളാണ് കിടക്കുന്നത്. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇത്രയും പഠിക്കാനുള്ള കഴിവേ ഉള്ളൂ, എന്തോരം പഠിച്ചാലാ തീരുക. ഇങ്ങനെ മനുഷ്യ മനസ്സിൽ കിടക്കുകയാണ്. യേശു എന്താണ് ചെയ്തത്? യേശു 5 അപ്പത്തിലേക്ക് 2 മീനിലേക്ക് നോക്കി, അപ്പോസ്തലന്മാർ നോക്കിയതുപോലെ. പിന്നെ 5000-ഓളം വരുന്ന പുരുഷാരത്തിലേക്കല്ല നോക്കിയത്, അവരുടെ വിശന്ന വയറുകളിലേക്കല്ല യേശു നോക്കിയത്. പിന്നെ അവിടെ നോക്കിയത് തൻ്റെ കയ്യിലിരിക്കുന്ന അപ്പത്തിലേക്കും മീനിലേക്ക് നോക്കി, പിന്നെ പിതാവിങ്കിലേക്ക് നോക്കി. അപ്പോൾ യേശുവിന് മനസ്സിലായി, എത്ര വലിയവനാണ് എൻ്റെ ദൈവം. ഈ ജനം എൻ്റെ ദൈവത്തിന് മുമ്പിൽ എത്ര ചെറുതാണ്. അവൻ വാഴ്ത്തിക്കൊടുത്തു. ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്, എല്ലാവരും തൃപ്തരായി. ഇതാണ് ബോധ്യം. എന്നാൽ ശൗൽ ബലിയർപ്പിച്ചത് ശത്രുവിനെ നോക്കി ഭയപ്പെട്ടിട്ടാണ്. എൻ്റെ സഹോദരങ്ങളെ, ശത്രുവിനെ ഭയപ്പെട്ട, തൻ്റെ സമയത്ത് കാര്യങ്ങൾ നടക്കാതെ വന്നപ്പോൾ, താൻ നിശ്ചയിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ, ജനം വിട്ടുപിരിയുന്നെന്ന് കണ്ടപ്പോൾ, സ്വന്തം ഇഷ്ടപ്രകാരം അവൻ്റെ ആധ്യാത്മികതയെ കൊണ്ടുകൊടുക്കാൻ ശ്രമിച്ചു. സംഭവിച്ചത്, ദൈവം അവനിലൂടെ പ്രവർത്തിക്കുന്നതൊന്നും പ്രവർത്തിക്കാനുള്ള സാഹചര്യം അവൻ ഒരുക്കി കൊടുത്തില്ല. അവൻ്റെ ഇഷ്ടത്തിന് ജീവിതം തുടങ്ങി. ആ ജീവിതത്തിന് മേൽ ദൈവകരുണ ഒഴുകില്ല. ഒരുപക്ഷെ ഇതെന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടേതായ പല താല്പര്യങ്ങളുടെ മേലും പലതരത്തിലുള്ള ഖണ്ഡനം സംഭവിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഒന്നോർക്കുക, അത് നാം ദൈവത്തിന് വിട്ടുകൊടുത്താൽ, ദൈവമേ നിൻ്റെ ഇഷ്ടം നടക്കണമെന്ന് പറയാൻ തുടങ്ങിയാൽ, പരിശുദ്ധ കന്യകമറിയം ഗബ്രിയേലിൻ്റെ മുമ്പാകെ പറഞ്ഞതുപോലെ അവിടുത്തെ ഹിതം നടക്കട്ടെ എന്നതുപോലെ പറഞ്ഞാൽ, അങ്ങനെ പറയാനൊരു ബലം നമുക്ക് കിട്ടിയാൽ, അതിന്മേൽ ദൈവത്തിൻ്റെ ചൈതന്യം നമ്മുടെ മേൽ ബലപ്പെടുകയും നമ്മുടെ മേലുള്ള അഭിഷേകം ശക്തിപ്പെടുകയും ചെയ്യും. ആ ദൈവിക അഭിഷേകത്തിലായിരിക്കാൻ അത്യുന്നതനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവവും കർത്താവുമായുള്ളവേ, അവിടുത്തെ തിരികത്തെ പ്രകാരം ജീവിക്കാനുള്ള ബലവും എളിമയും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ ഒത്തിരി കുറവും ബലഹീനതയുള്ളവരാണ്. അങ്ങ് ഞങ്ങളെ വഴി നടത്തണമേ, പരിപാലിക്കണമേ. പരിശുദ്ധമേ, വിശുദ്ധന്മാരെ നിങ്ങളുടെ മധ്യസ്ഥ കോട്ടയാകണമേ. കർത്താവായ യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. Maria.